എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ലോക ക്രിക്കറ്റിലെ ഏറ്റവും വലിയ വൈരികളായ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പോരാട്ടം എക്കാലത്തും ഭയാനകമായ ഒന്നാണ്. 2026 ICC വനിതാ T20 ലോകകപ്പിലെ ഗ്രൂപ്പ് എയിലെ ആറാമത്തെയും ഏറ്റവും നിർണായകവുമായ മഹാമത്സരത്തിനായി ബർമിംഗ്ഹാമിലെ ചരിത്രമുറങ്ങുന്ന എഡ്ജ്ബാസ്റ്റൺ സ്റ്റേഡിയത്തിൽ ഇരു ടീമുകളും നേർക്കുനേർ വന്നപ്പോൾ ഗാലറികളിൽ തിങ്ങിനിറഞ്ഞ ആയിരക്കണക്കിന് ആരാധകരുടെ കാതടപ്പിക്കുന്ന ആർപ്പുവിളികളാൽ മൈതാനം അക്ഷരാർത്ഥത്തിൽ പ്രകമ്പനം കൊള്ളുകയായിരുന്നു. ഇതൊരു വെറും ക്രിക്കറ്റ് മത്സരം മാത്രമായിരുന്നില്ല, മറിച്ച് ഓരോ റണ്ണിലും ഓരോ വിക്കറ്റിലും ചരിത്രം തിരുത്തിക്കുറിക്കപ്പെടുന്ന ഇരു രാജ്യങ്ങളിലെയും കോടിക്കണക്കിന് മനുഷ്യരുടെ വികാരങ്ങളുടെ അലയടിക്കുന്ന ഒരു മഹാസമുദ്രമായിരുന്നു. ഈ ചരിത്ര ടൂർണമെന്റിൽ തങ്ങളുടെ ആധിപത്യം അരക്കിട്ടുറപ്പിക്കാനുള്ള അദമ്യമായ വിജയതൃഷ്ണ ഇരു ടീമുകളുടെയും ക്യാമ്പുകളിൽ വളരെ വ്യക്തമായി കാണാമായിരുന്നു. പച്ചപ്പ് നിറഞ്ഞ എഡ്ജ്ബാസ്റ്റണിലെ കടുപ്പമേറിയ പിച്ചിലേക്ക് ടോസ് എന്ന നിർണായക കടമ്പയ്ക്കായി ഇന്ത്യൻ നായിക ഹർമൻപ്രീത് കൗറും പാക് നായിക ഫാത്തിമ സനയും നടന്നെടുത്തപ്പോൾ ആകാശത്തേക്ക് ഉയർന്നുവീണ നാണയത്തുട്ടിനൊപ്പം തന്ത്രങ്ങളുടെയും പോരാട്ട വീര്യത്തിന്റെയും ഒരു വലിയ യുദ്ധത്തിനുകൂടിയാണ് അവിടെ തുടക്കം കുറിക്കപ്പെട്ടത്. വരാനിരിക്കുന്ന കടുത്ത സമ്മർദ്ദത്തിന്റെ നിമിഷങ്ങളിൽ എതിരാളികൾക്ക് മേൽക്കൈ നേടാൻ ചെറിയൊരു പഴുപ്പ് പോലും നൽകില്ലെന്ന ഉറച്ച തീരുമാനത്തിലായിരുന്നു ഇരു ക്യാപ്റ്റന്മാരും. ഈ ചരിത്ര പോരാട്ടത്തിന്റെ ആദ്യ പന്തെറിയപ്പെട്ട നിമിഷം തന്നെ ബർമിംഗ്ഹാമിലെ മൈതാനത്ത് ആവേശം അതിന്റെ കൊടിമുടിയിലെത്തിക്കഴിഞ്ഞിരുന്നു. ഇന്ത്യൻ നിരയിൽ പുതിയ പന്തുമായി ആക്രമണം നയിക്കാൻ പേസ് ബോളിംഗ് സെൻസേഷൻ രേണുക സിംഗ് താക്കൂർ പന്തെറിയാനെത്തിയപ്പോൾ അവളുടെ ആദ്യത്തെ ഇൻസ്വിംഗർ ഡെലിവറിയിൽ തന്നെ പാക് ഓപ്പണർ മുനീബ അലി തന്റെ ക്ലാസ് തെളിയിച്ചുകൊണ്ട് ഫ്രണ്ട് ഫുട്ടിൽ എക്സ്ട്രാ കവറിലൂടെ അതിമനോഹരമായൊരു ബൗണ്ടറി പായിച്ച് പാകിസ്ഥാന്റെ അക്കൗണ്ട് തുറന്നു. എന്നാൽ ഇതിനു പിന്നാലെ കൃത്യമായ ലൈനിലും സ്വിംഗിലൂടെയും രേണുക ബാറ്റർമാരെ നിരന്തരം പരീക്ഷിക്കാൻ തുടങ്ങി. ഉള്ളിലേക്ക് അതിവേഗം പാഞ്ഞുവന്ന ഒരു പന്തിൽ ഗുൽ ഫിറോസ തികച്ചും അസ്വസ്ഥയായി കാണപ്പെടുകയും പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ പന്ത് ബാറ്റിന്റെ പുറം വിളിമ്പിൽ തട്ടി സെക്കൻഡ് സ്ലിപ്പിന് തൊട്ടരികിലൂടെ തേർഡ് മാൻ ബൗണ്ടറിയിലേക്ക് 4 റൺസിനായി സുരക്ഷിതമായി പാഞ്ഞുപോവുകയും ചെയ്തു. ആദ്യത്തെ പവർ പ്ലേയിൽ ഇന്ത്യൻ പേസർമാർക്കെതിരെ വളരെ ആക്രമണോത്സവവും നിർഭയവുമായ സമീപനമാണ് പാക് ഓപ്പണിംഗ് സഖ്യം സ്വീകരിച്ചത്. അരുന്ധതി റെഡ്ഡി അടുത്ത ഓവർ എറിയാൻ വന്നപ്പോൾ അവളുടെ ഷോട്ട് ഓഫ് ലെങ്ത് പന്തിന്റെ ഗതി മുൻകൂട്ടി കണ്ട ആയിഷ സഫർ മിഡ് വിക്കറ്റിന് മുകളിലൂടെ അതിഗംഭീരമായൊരു പുൾ ഷോട്ടിലൂടെ മികച്ചൊരു ബൗണ്ടറി സ്വന്തമാക്കി. എന്നാൽ ഇന്ത്യൻ സ്പിന്നർമാർ പന്തെറിയാനെത്തിയതോടെ രണ്ടൊഴുക്കിന്റെ ഈ വേഗതയ്ക്ക് പൂർണ്ണമായും തടയിടപ്പെടുകയും മത്സരത്തിലെ ആദ്യത്തെ വലിയ വഴിത്തിരിവ് സംഭവിക്കുകയും ചെയ്തു. മാന്ത്രിക സ്പിന്നർ ദീപ്തി ശർമ്മ തന്റെ കണിശതയാർന്ന സ്പിൻ വല നെയ്തുകൊണ്ട് ഓഫ് സ്റ്റംപിന് പുറത്ത് വായുവിൽ ഒഴുകിയിറങ്ങുന്ന മനോഹരമായൊരു ഫ്ലൈറ്റ് ഡെലിവറി എറിഞ്ഞപ്പോൾ ക്രീസിൽ നിന്ന് പുറത്തിറങ്ങി ഒരു വലിയ ഷോട്ട് കളിക്കാൻ ശ്രമിച്ച മുനീബ അലി ഒരു വലിയ അബദ്ധം പറ്റി. പിച്ചിൽ വീണ് അവിശ്വസനീയമായി ടേൺ ചെയ്ത പന്ത് ബാറ്റിനെ കബളിപ്പിച്ചുകൊണ്ട് നേരെ വിക്കറ്റ് കീപ്പർ റിച്ച ഘോഷിന്റെ കൈകളിലേക്ക് ഒതുങ്ങുകയും കണ്ണിമ വെട്ടുന്ന വേഗത്തിൽ റിച്ച ബെയിൽസ് ഇളക്കി ഇന്ത്യയ്ക്ക് ആദ്യത്തെ വലിയ മുന്നേറ്റം സമ്മാനിക്കുകയും ചെയ്തു. മുനീബ അലി പുറത്തായതിനു പിന്നാലെ നമ്പർ 3 പൊസിഷനിൽ പരിചയസമ്പന്നയായ സിദ്ര അമീൻ ക്രീസിലെത്തിയെങ്കിലും മറുഭാഗത്ത് രാധാ യാദവിന്റെ മാന്ത്രിക സ്പിൻ പാകിസ്ഥാന്റെ മധ്യനിരയെ അക്ഷരാർത്ഥത്തിൽ പിടിച്ചുകുലുക്കി. രാധാ യാദവ് എറിഞ്ഞ വേഗത്തിൽ ഉള്ളിലേക്ക് വന്ന ഒരു തകർപ്പൻ ആം ബോൾ ഫ്രണ്ട് ഫുട്ടിൽ പ്രതിരോധിക്കാൻ ശ്രമിച്ച ഗുൽ ഫിറോസ പൂർണ്ണമായും പരാജയപ്പെടുകയും പന്ത് നേരെ പാഡിൽ വന്നിടിക്കുകയും ചെയ്തു. ഇന്ത്യൻ താരങ്ങളുടെ ആകാശം മുട്ടുന്ന വലിയൊരു അപ്പീലിനു മുന്നിൽ ഫീൽഡ് അമ്പയർക്ക് യാതൊരു സംശയവുമില്ലാതെ വിരലുയർത്തേണ്ടി വന്നതോടെ പാകിസ്ഥാന്റെ രണ്ടാമത്തെ വിക്കറ്റും നിലംപൊത്തി. ഈ ഭയാനകമായ സമ്മർദ്ദങ്ങൾക്കിടയിലും പാക് ക്യാപ്റ്റൻ ഫാത്തിമ സനയും ആലിയ റിയാസും ചേർന്ന് ഇന്നിംഗ്സ് കരകയറ്റാൻ ഒരു ധീരമായ ശ്രമം നടത്തി. ക്രീസിലെത്തിയ ഉടൻ തന്നെ രാധാ യാദവിന്റെ ഫ്ലൈറ്റഡ് പന്തിൽ മികച്ച ഫുട്വർക്കിലൂടെ ലോങ് ഓണിന് മുകളിലൂടെ പടുകൂറ്റനൊരു സിക്സർ പറത്തിക്കൊണ്ട് കാണികളെ അമ്പരപ്പിച്ചു കളഞ്ഞു. തുടർന്ന് ശ്രേയങ്ക് പാട്ടീലിന്റെ അടുത്ത ഓവറിൽ ആലിയ റിയാസും തകർത്തടിക്കുകയും ഓഫ് സ്റ്റംപിന് പുറത്ത് ലഭിച്ച ഓവർ പിച്ച് പന്തിൽ കവറുകൾക്കിടയിലൂടെ മനോഹരവും കരുത്തുമായൊരു കവർ ഡ്രൈവ് പായിച്ച് ബൗണ്ടറി സ്വന്തമാക്കുകയും ചെയ്തു. ഇരു ബാറ്റർമാരും തമ്മിലുള്ള കൂട്ടുകെട്ടിലൂടെ റൺ റേറ്റ് പതുക്കെ ഉയർന്നു വരികയും പാകിസ്ഥാൻ മാന്യമായൊരു സ്കോറിലേക്ക് നീങ്ങുകയും ചെയ്തുവെങ്കിലും ഇപ്പോഴാണ് ഇന്ത്യൻ ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ തന്ത്രപരമായൊരു നിർണായക നീക്കം നടത്തുകയും തന്റെ ഏറ്റവും വിശ്വസ്തയായ ബൌളർ രേണുക സിംഗ് താക്കൂറിനെ വീണ്ടും പന്തേൽപ്പിക്കുകയും ചെയ്തത്. പന്തുമായി തിരിച്ചെത്തിയ രേണുക അതിതീവ്രവും കൃത്യതയുമുള്ള ഒരു യോർക്കർ ലെങ്ത് ഡെലിവറിയിലൂടെ ഫാത്തിമ സനയെ നേരിട്ടപ്പോൾ ക്രീസിൽ നിന്നുകൊണ്ട് തന്നെ അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ച സന പേസിലും സ്വിംഗിലും പൂർണ്ണമായും കബളിപ്പിക്കപ്പെടുകയും പന്ത് അവരുടെ മിഡിൽ സ്റ്റംപ് പിഴുന്നെറിഞ്ഞുകൊണ്ട് കടന്നുപോവുകയും ചെയ്തു. ഈ വലിയ വിക്കറ്റ് വീണതോടെ പാകിസ്ഥാന്റെ ഇന്നിംഗ്സ് ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിയുകയും നിശ്ചല 20 ഓവറുകൾ പൂർത്തിയാകുമ്പോൾ 7 വിക്കറ്റ് നഷ്ടത്തിൽ 129 റൺസ് എന്ന വെല്ലുവിളിച്ചുന്ന സ്കോറിലേക്ക് പാകിസ്ഥാൻ വനിതാ ടീം ഒതുങ്ങുകയും ചെയ്തു. ലോകകപ്പിന്റെ കടുത്ത സമ്മർദ്ദങ്ങൾക്കിടയിൽ 129 റൺസ് എന്ന മാന്യവും വെല്ലുവിളിച്ചുന്ന വിജയലക്ഷ്യം പിന്തുടരാൻ ഇന്ത്യയുടെ ഏറ്റവും വിശ്വസ്തരും ആക്രമണകാരികളുമായ ഓപ്പണിംഗ് സഖ്യം ഉപനായിക സ്മൃതി മന്ധാനയും യുവ ബാറ്റിംഗ് സെൻസേഷൻ ഷഫാലി വർമ്മയും എഡ്ജ്ബാസ്റ്റൺ മൈതാനത്തിന്റെ നടുവിലേക്ക് ഇറങ്ങി വന്നപ്പോൾ സ്റ്റേഡിയം മുഴുവൻ ഇന്ത്യ ഇന്ത്യ എന്ന കാതടപ്പിക്കുന്ന മന്ത്രണങ്ങളാൽ മുഖരിതമായി.
ഇരു ബാറ്റർമാരുടെ മുഖത്ത് നേരിയൊരു സമ്മർദ്ദം പോലുമില്ലായിരുന്നു. മറിച്ച് പാകിസ്ഥാനെതിരെയുള്ള ഈ മഹാമത്സരം ഏകപക്ഷീയമായി വിജയിക്കുമെന്ന അചഞ്ചലവും അഗാധവുമായ ആത്മവിശ്വാസം അവരുടെ കണ്ണുകളിൽ തെളിഞ്ഞിരുന്നു. ഈ റൺസ് പ്രതിരോധിക്കുന്നതിനായി പാകിസ്ഥാൻ തങ്ങളുടെ ഏറ്റവും പരിചയസമ്പന്നയായ ഫാസ്റ്റ് ബൌളർ ഡയാന ബേഗിനെ പന്ത് ഏൽപ്പിച്ചപ്പോൾ അവരുടെ ആദ്യത്തെ ഇൻസ്വിംഗർ പന്ത് തന്നെ മന്ധാനയെ ഫ്രണ്ട് ഫുട്ടിൽ കളിക്കാൻ നിർബന്ധിതയാക്കി. എന്നാൽ തൊട്ടടുത്ത പന്തിൽ ഡയാന ബേഗിന്റെ ലെങ്ത്തിൽ ചെറിയൊരു പിഴവ് സംഭവിക്കുകയും ഓഫ് സ്റ്റമ്പിന് പുറത്തൊരു ലെങ്ത് ഡെലിവറി എറിയുകയും ചെയ്തപ്പോൾ മന്ധാന ആ വീതിയുടെ പൂർണ്ണ നേട്ടമെടുത്ത് അതിവേഗം ബാക്ക് ഫുട്ടിലേക്ക് മാറി പോയിന്റിനും കവറിനും ഇടയിലുള്ള വളരെ ചെറിയ വിടവിലൂടെ ഒരു ക്ലാസിക് പഞ്ച് ഷോട്ട് കളിച്ചു. പന്ത് മിന്നൽ വേഗത്തിൽ ഔട്ട്ഫീൽഡിനെ കീറിമുറിച്ച് അതിർത്തി കടന്നതോടെ ഇന്ത്യ ഈ മഹാപോരാട്ടത്തിന് ഗംഭീരവും നയനാഭിരാമവുമായ ഒരു 4-ലൂടെ തുടക്കം കുറിച്ചു. ഡയാന ബേഗിന്റെ ഈ ചെലവേറിയ ആദ്യ ഓവറിന് ശേഷം പാക് ക്യാപ്റ്റൻ ഫാത്തിമ സന രണ്ടാമത്തെ ഓവറിൽ സ്പിൻ ആക്രമണത്തിനായി തങ്ങളുടെ പ്രധാന ലെഫ്റ്റ് ആം സ്പിന്നർ സാദിയ ഇക്ബാലിനെ നിയോഗിച്ചു. ആദ്യത്തെ ചില പന്തുകൾ വളരെ കൃത്യതയോടെയാണ് സാദിയ എറിഞ്ഞതെങ്കിലും ഓവറിലെ നാലാമത്തെ പന്ത് അല്പം ഫുൾ പിച്ചായി ഷഫാലി വർമ്മയുടെ റഡാറിലേക്ക് കൃത്യമായി വന്നപ്പോൾ ഈ യുവതാരത്തിന്റെ വിശ്വരൂപം ലോകം കണ്ടു. യാതൊരു മടിയും ഭയവുമില്ലാതെ തന്റെ മുൻകാൽ പിച്ചിലേക്ക് നീക്കിവെച്ച് പന്തിന്റെ ടേൺ പൂർണ്ണമായും ഇല്ലാതാക്കുകയും ബൌളറുടെ തലയ്ക്ക് മുകളിലൂടെ അത്യുഗ്രവും മനോഹരവുമായൊരു പടുകൂറ്റൻ സിക്സർ പറത്തുകയും ചെയ്തു. എഡ്ജ് ബാസ്റ്റണിലെ ഗാലറികളിൽ വെന്നിക്കൊടി പാറിക്കൊണ്ട് ചെന്ന് വീണ ആ പന്ത് മുഴുവൻ ഇന്ത്യൻ ആരാധകരെയും എഴുന്നേറ്റ് നിന്ന് കൈയടിക്കാൻ പ്രേരിപ്പിക്കുകയും പാകിസ്ഥാൻ ടീമിനെ പൂർണ്ണമായും പ്രതിരോധത്തിലാക്കുകയും ചെയ്തു. ഇന്ത്യൻ ടീമിന്റെ ഈ കൊടുങ്കാറ്റ് പോലെയുള്ള കുതിപ്പിനെ ഏത് വിധേനയും തടഞ്ഞു നിർത്താനും റൺ നിരക്ക് കുറയ്ക്കാനുമുള്ള ഉദ്ദേശത്തോടെ ക്യാപ്റ്റൻ ഫാത്തിമ സന മറ്റൊരു വലിയ തന്ത്രപരമായ മാറ്റം വരുത്തുകയും പന്ത് തങ്ങളുടെ ഏറ്റവും ബുദ്ധിമതിയായ ലെഗ് സ്പിന്നർ തുബ ഹസനെ ഏൽപ്പിക്കുകയും ചെയ്തു. ഇന്നിംഗ്സിലെ 5-ാം ഓവറിൽ തുബ ഹസൻ തന്റെ ആദ്യ പന്ത് തന്നെ അല്പം ഷോർട്ടായും ഓഫ് സ്റ്റമ്പിന് വളരെ പുറത്തായും എറിയുന്ന തെറ്റ് വരുത്തിയപ്പോൾ ക്രീസിൽ പൂർണ്ണമായും സെറ്റായി കഴിഞ്ഞിരുന്ന സ്മൃതി മന്ധാന യാതൊരു ദയവുമില്ലാതെ തന്റെ കൈക്കുഴയുടെ മാന്ത്രികത പുറത്തെടുത്തു. പന്തിന്റെ പിച്ചിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ ബാക്ക് ഫുട്ടിലേക്ക് പോയി അവർ വളരെ ശക്തവും കണിശതയുമായ ഒരു കട്ട് ഷോട്ട് കളിച്ചപ്പോൾ പോയിന്റിൽ നിന്നിരുന്ന ഫീൽഡർ തന്റെ ഇടത്തേക്ക് സർവ്വശക്തിയുമെടുത്ത് ഡൈവ് ചെയ്തുവെങ്കിലും അവരുടെ വിരൽ തുമ്പുകളെ കബളിപ്പിച്ചുകൊണ്ട് വെടിയുണ്ടയുടെ വേഗത്തിൽ പന്ത് ബൗണ്ടറി കുഷൻ കടന്നുപോയി. ഇന്ത്യയുടെ സ്കോർ അതിവേഗത്തിൽ 50 റൺസിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഈ ആക്രമണോത്സുകമായ കുതിപ്പിനിടയിൽ മത്സരത്തിൽ പ്രതീക്ഷിക്കാത്ത വലിയൊരു വഴിത്തിരിവ് സംഭവിച്ചു. തന്റെ അടുത്ത ഓവറുമായി വീണ്ടും തിരിച്ചെത്തിയ സാദിയ ഇക്ബാൽ ഷഫാലി വർമ്മയെ തന്റെ സ്പിൻ വലയിൽ വീഴ്ത്തി. ഓഫ് സ്റ്റംപ് ലൈനിൽ സാദിയ എറിഞ്ഞ അല്പം ഫ്ലൈറ്റഡായ പന്ത് പിച്ചിൽ കുത്തി നേരിയ തോതിൽ പുറത്തേക്ക് തിരിഞ്ഞപ്പോൾ വലിയൊരു ഷോട്ട് കളിക്കാനുള്ള പ്രലോഭനത്തിൽ വീണ ഷഫാലി അതിനെ എക്സ്ട്രാ കവറിന് മുകളിലൂടെ ലോഫ്റ്റ് ചെയ്യാൻ ഒരു അതിശക്തമായ ശ്രമം നടത്തി. എന്നാൽ പിച്ചിലെ അധിക സ്പിൻ കാരണം പന്ത് അവരുടെ ബാറ്റിന്റെ മുകൾ ഭാഗത്ത് തട്ടി മിഡ് ഓഫിന്റെ ദിശയിൽ വായുവിൽ വളരെ ഉയരത്തിലേക്ക് പോയി. 30 യാർഡ് സർക്കിളിനുള്ളിൽ ജാഗ്രതയോടെ നിന്നിരുന്ന പാക് ഫീൽഡർ പന്തിൽ നിന്ന് കണ്ണെടുക്കാതെ മുന്നോട്ട് കുതിച്ച് അതിഗംഭീരമായൊരു ക്യാച്ച് കൈപ്പിടിയിലൊതുക്കി. തന്റെ ഈ മികച്ച ഇന്നിംഗ്സിന് ശേഷം ഷഫാലി വർമ്മ പവലിയനിലേക്ക് മടങ്ങിപ്പോയതോടെ പാകിസ്ഥാന് മത്സരത്തിലെ ആദ്യത്തെ വലിയ വിജയവും നിർണായകമായൊരു വിക്കറ്റും ലഭിച്ചു. ഷഫാലി പുറത്തായതിനു ശേഷം നമ്പർ 3-ലെ സുപ്രധാനമായ സ്ഥാനം ഏറ്റെടുക്കാനെത്തിയത് തന്റെ ബുദ്ധിമതിയായ ബാറ്റിംഗിന് പേരുകേട്ട് ജമീമ റോഡ്രിഗസ് ആയിരുന്നു. ക്രീസിലെത്തിയ ഉടൻ തന്നെ സ്മൃതി മന്ധാനയുമായി ചേർന്ന് വളരെ പക്വതയോടെ സിംഗിളുകളും ഡബിളുകളും നേടി ടീമിനുമേൽ യാതൊരു സമ്മർദ്ദവും ഉണ്ടാകാത്ത രീതിയിൽ ജമീമ ഇന്നിംഗ്സ് മുന്നോട്ട് കൊണ്ടുപോയി. ഈ ഓവറിലെ അവസാന പന്തുകളിൽ തുബ ഹസൻ വലിയൊരു അബദ്ധം വരുത്തിക്കൊണ്ട് ലെഗ് സ്റ്റംപ് ലൈനിൽ ഒരു ലോ ഫുൾ ടോസ് എറിഞ്ഞപ്പോൾ ഉടൻ തന്നെ തന്റെ പൊസിഷൻ മാറ്റി അതിമനോഹരമായി കൈക്കുഴ ഉപയോഗിച്ച് പന്തിനെ ഷോർട്ട് മിഡ് വിക്കറ്റ് ഫീൽഡറുടെ തൊട്ടരികിലൂടെ അതിവേഗം തിരിച്ചുവിട്ട് ഡീപ് മിഡ് വിക്കറ്റിലൂടെ അതിഗംഭീരമായൊരു ബൗണ്ടറി സ്വന്തമാക്കി. പാകിസ്ഥാനെ ഈ മത്സരത്തിലേക്ക് തിരിച്ചുവരാൻ താനൊരു പഴുപ്പും നൽകില്ലെന്ന് ജമീമ ഈ ഷോട്ടിലൂടെ വ്യക്തമാക്കുകയായിരുന്നു. ഒരു വശത്ത് സ്മൃതി മന്ധാന തന്റെ ക്ലാസിക് ബാറ്റിംഗ് സ്റ്റൈലിന്റെ സൗന്ദര്യം ലോകത്തിനു മുൻപിൽ പ്രദർശിപ്പിച്ചപ്പോൾ മറുവശത്ത് ജമീമ അവർക്ക് ഉറച്ച പിന്തുണ നൽകിക്കൊണ്ടിരുന്നു. ഇതിലൂടെ ഇരുവരും ചേർന്ന് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ 2-ാം വിക്കറ്റിൽ 50 റൺസിന്റെ ശക്തവും ചരിത്രപരവുമായ ഒരു അഭേദ്യ കൂട്ടുകെട്ട് പടുത്തുയർത്തി ഇന്ത്യയെ വിജയത്തിന്റെ പടിവാതിൽക്കൽ എത്തിക്കുകയും ചെയ്തു. എന്നാൽ ഈ മത്സരം ഇന്ത്യൻ ടീം പൂർണ്ണമായും ഏകപക്ഷീയമാക്കുകയാണെന്ന് തോന്നിയ നിമിഷത്തിൽ പരിചയസമ്പന്നയായ സ്പിൻ ബൌളർ നഷ്ര സന്ധു തന്റെ സ്പിൻ ബൌളിംഗിലൂടെ ഒരു മാന്ത്രിക വലയം സൃഷ്ടിക്കുകയും ഇന്ത്യൻ ആരാധകരെ കുറച്ചു നേരത്തേക്ക് ആശങ്കയിലാക്കുകയും ചെയ്തു. റൗണ്ട് ദ വിക്കറ്റിലൂടെ വന്ന നഷ്ര സന്ധു മിഡിൽ സ്റ്റംപ് ലൈനിൽ വായുവിൽ ഒഴുകിയിറങ്ങുന്ന വേഗത്തിൽ ഉള്ളിലേക്ക് വരുന്ന മികച്ചൊരു ഇൻ ഡ്രിഫ്റ്റർ ഡെലിവറി എറിഞ്ഞപ്പോൾ സ്മൃതി മന്ധാന ക്രീസിൽ നിന്നുകൊണ്ടുതന്നെ യാതൊരു ഫുട്വർക്കുമില്ലാതെ അതിനെ കവറുകളിലേക്ക് കളിക്കാൻ നിരുത്തരവാദപരമായൊരു തെറ്റായ ശ്രമം നടത്തി. പിച്ചിൽ കുത്തി അധിക സ്പിന്നോടെ വന്ന പന്ത് മന്ധാനയുടെ ബാറ്റിനെ പൂർണ്ണമായും കീഴടക്കി നേരെ വിക്കറ്റ് കീപ്പറിന് പിന്നിൽ ജാഗ്രതയോടെ നിന്നിരുന്ന മുനീബ അലിയുടെ ഗ്ലൗസുകളിലേക്ക് വിശ്രമിക്കാനെത്തി. ഈ ഷോട്ട് കളിക്കാനുള്ള ശ്രമത്തിനിടയിൽ മന്ധാനയുടെ കാൽ ക്രീസിൽ നിന്ന് നേരിയ തോതിൽ പുറത്തേക്ക് പോയിരുന്നുവെന്ന് മനസ്സിലാക്കിയ മുനീബ ഒരു നിമിഷം പോലും വൈകാതെ ചീറ്റപ്പുലിയുടെ വേഗത്തിൽ ബെയിൽസ് ഇളക്കി മൈതാനത്തെ അമ്പയർ തീരുമാനം തേർഡ് അമ്പയർക്ക് വിജിലിച്ചു. ബെയിൽസ് ഇളകുമ്പോൾ മന്ധാനയുടെ കാൽ വായുവിലായിരുന്നുവെന്ന് റീപ്ലേകളിൽ വളരെ വ്യക്തമായി തെളിഞ്ഞു. അങ്ങനെ മികച്ചൊരു ഇന്നിംഗ്സ് കളിച്ച് സ്മൃതി മന്ധാന സ്റ്റംപിങ്ങിലൂടെ പുറത്തായതോടെ ഇന്ത്യക്ക് രണ്ടാമത്തെ വലിയ തിരിച്ചടി നേരിട്ടു. മന്ധാനയുടെ മടക്കത്തിനു ശേഷം ഇന്ത്യൻ ടീമിന്റെ നായികയും ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ ഫിനിഷർമാരിൽ ഒരാളുമായ ഹർമൻപ്രീത് കൗർ 4-ാം നമ്പറിൽ ബാറ്റ് ചെയ്യാൻ മൈതാനത്തെത്തി.
ക്രീസിലെത്തിയ നിമിഷം മുതൽ തന്നെ തന്റെ ക്യാപ്റ്റൻസി വീര്യം പുറത്തെടുത്ത ഹർമൻപ്രീത് പാക് ബൌളർമാർക്ക് ആധിപത്യം സ്ഥാപിക്കാൻ യാതൊരവസരവും നൽകിയില്ല. ഫാസ്റ്റ് ബൌളർ ഡയാന ബീഗ് തന്റെ രണ്ടാമത്തെ സ്പെല്ലുമായി തിരിച്ചെത്തിയപ്പോൾ ഇന്ത്യൻ ക്യാപ്റ്റനെ ഭയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ അരക്കെട്ടിനൊപ്പം ഉയരത്തിൽ വരുന്ന ഒരു മൂർച്ചയേറിയ ഷോർട്ട് പിച്ച് ബൗൺസർ എറിഞ്ഞെങ്കിലും ഇത്തരം ഷോട്ടുകൾ കളിക്കുന്നതിൽ അങ്ങേയറ്റം വൈദഗ്ധ്യമുള്ള ഹർമൻപ്രീത് ഉടൻ തന്നെ തന്റെ ശരീരഭാരം മുഴുവൻ പിന്നിലെ കാലിലേക്ക് മാറ്റുകയും കൈക്കുഴ ചുഴറ്റിക്കൊണ്ട് അത്യുഗ്രവും കഴുത്തുറ്റതുമായ ഒരു സ്വിവൽ പുൾ ഷോട്ട് കളിക്കുകയും ചെയ്തു. വായുവിൽ പാറിപ്പറന്ന തന്ത് ഡീപ് സ്ക്വയർ ലെഗ് ബൗണ്ടറിക്ക് മുകളിലൂടെ അതിർത്തി കടന്നപ്പോൾ ക്യാപ്റ്റൻ ഒരു ഗംഭീര ഫോറിലൂടെ തന്റെ ഇന്നിംഗ്സിന് രാജകീയമായൊരു തുടക്കം കുറിച്ചു. ഹർമൻപ്രീത്തിന്റെ ഈ പ്രഹരത്തിൽ പാകിസ്ഥാൻ ബൌളർമാർ പൂർണ്ണമായും പകച്ചുപോയി. ഇതിന് തൊട്ടടുത്ത ഓവറിൽ സ്പിന്നർ സാദിയ ഇക്ബാലിനെതിരെ ജമീമ റോഡ്രിഗസും തന്റെ ബാറ്റിംഗ് ബുദ്ധി പ്രകടിപ്പിച്ചു. സാദിയയുടെ സ്ലൈറ്റഡ് പന്തിൽ ജമീമ അതിവേഗം ഡൗൺ ദ ട്രാക്ക് ഇറങ്ങുകയും പന്തിന്റെ പിച്ചിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ലോങ് ഓൺ ഫീൽഡറുടെ തലയ്ക്ക് മുകളിലൂടെ അതിമനോഹരമായ ഒരു ലോഫ്റ്റഡ് ഷോട്ടിലൂടെ പന്തിനെ ബൗണ്ടറിക്ക് പുറത്തേക്ക് പറത്തുകയും ചെയ്തു. മത്സരത്തിന്റെ അവസാന ഓവറുകളിൽ ആവേശം അതിന്റെ പരമ്യത്തിലെത്തി നിൽക്കെ ബർമിംഗ്ഹാമിലെ മൈതാനം മുഴുവൻ ഇന്ത്യൻ ടീമിന്റെ ഓരോ ഷോട്ടിലും ആർത്തുവിളിച്ചുകൊണ്ടിരുന്നു. ഇന്ത്യയ്ക്ക് വിജയത്തിലേക്ക് ഇനി കേവലം ഔപചാരികമായ ഏതാനും റൺസ് മാത്രമേ ആവശ്യമുള്ളൂ എന്ന അവസ്ഥയിലായിട്ടും ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ ഈ മത്സരം അവസാന ഓവർ വരെ നീട്ടിക്കൊണ്ടുപോകാൻ ഒട്ടും തയ്യാറായിരുന്നില്ല. ഇന്നിംഗ്സിന്റെ 18ാം ഓവർ എറിയാൻ പാക് ക്യാപ്റ്റൻ ഫാത്തിമ സന തന്നെ നേരിട്ടെത്തിയപ്പോൾ ഹർമൻപ്രീത് അവരെ നേരിട്ടത് മത്സരത്തിന്റെ വിധി അപ്പോൾ തന്നെ കുറിക്കുന്ന വിധത്തിലുള്ള ഒരു വിശ്വരൂപത്തോടെയായിരുന്നു. ഫാത്തിമയുടെ ആദ്യത്തെ ഫുൾ പിച്ച് പന്തിൽ കവറുകൾക്ക് മുകളിലൂടെ അതിമനോഹരമായ ഒരു ലോഫ്റ്റ് ഡ്രൈവ് കളിച്ച് 4 നേടിയ ഹർമൻപ്രീത് തൊട്ടടുത്ത പന്തിൽ ലെഗ് സൈഡിലെ വൈഡ് ലെങ്ത് മുതലെടുത്തുകൊണ്ട് കൈക്കുഴയുടെ സഹായത്തോടെ മിഡ് വിക്കറ്റ് ബൗണ്ടറിയിലേക്ക് തുടർച്ചയായ രണ്ടാമത്തെ ഫോറും പായിച്ചതോടെ പാകിസ്ഥാന്റെ അവശേഷിക്കുന്ന പ്രതീക്ഷകളും പൂർണ്ണമായും അവസാനിച്ചു. തുടർന്ന് ഇന്നിംഗ്സിന്റെ 19ാം ഓവറിലെ 4ാമത്തെ പന്തിൽ ജമീമ റോഡ്രിഗസ് തന്ത്രപരമായി പന്തിനെ ഷോർട്ട് മിഡ് വിക്കറ്റിലേക്ക് തട്ടിയിടുകയും അതിവേഗം ഓടിയൊരു സിംഗിൾ പൂർത്തിയാക്കുകയും ചെയ്തപ്പോൾ ഈ ചരിത്രപരവും അവിസ്മരണീയവുമായ ഈ സിംഗിളിലൂടെ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം വെറും 3 വിക്കറ്റ് നഷ്ടത്തിൽ 133 റൺസ് എന്ന വിശാല ലക്ഷ്യം വിജയകരമായി മറികടന്നുകൊണ്ട് ഈ മഹാപോരാട്ടത്തിൽ 7 വിക്കറ്റിന്റെ ഏകപക്ഷീയവും ഐതിഹാസികവുമായ ഒരു മഹാവിജയം തങ്ങളുടെ പേരിൽ എഴുതി ചേർത്തിരിക്കുകയാണ്. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.